രാവിലെ തന്നെ ബ്രദർ-ഇൻ-ലോനെ എയർപോർട്ടിലാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ വിവാഹുറപ്പിക്കൽ ചടങ്ങിന് വേണ്ടി മാത്രമാണ് ആൾ ഫ്ലൈറ്റ് എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അപ്പോൾ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് പോകുന്നു. ഇനി അടുത്ത വരവ് കല്യാണത്തിനായിരിക്കും. അങ്ങനെ ആളെ എയർപോർട്ടിലാക്കിയിട്ട് ഞാനും സച്ചുവും കൂടെ നേരെ പോയത് നമുക്ക് കോട്ടും കാര്യങ്ങളൊക്കെ നോക്കാനാണ്. അവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്നില്ല, എറണാകുളത്ത് വന്നിട്ട് ഇതിനു വേണ്ടി ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം ആൾക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ എറണാകുളത്ത് നിന്ന് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നത്തെ ദിവസം നമ്മൾ കുറേ ട്രയൽ എടുത്തെങ്കിലും നമുക്ക് സെറ്റായില്ല കേട്ടോ. പിന്നെ ആളുടെ പാരൻസിനെ നമ്മൾ അന്ന് ട്രെയിൻ കയറ്റി വിട്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം നമുക്ക് സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോട്ടൊക്കെ നോക്കാൻ പോകാമെന്ന് വിചാരിച്ചു. സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മോർണിംഗ് 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തലേ ദിവസം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ സമയം ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി സേവ് ദ ഡേറ്റിന് പോയി. ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവർ നമുക്ക് പെൻഡ്രൈവിലോട്ട് ഫോട്ടോസൊക്കെ തന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് എറണാകുളത്തോട്ടാണ്. അങ്കമാലി, ആലുവ, എറണാകുളം അങ്ങനെ മൊത്തം തപ്പി നടന്നിട്ട് നമുക്ക് ലാസ്റ്റ് സെറ്റായത് MG റോഡിലുള്ള സ്യൂട്ടർ ഗൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ട്രയൽ നോക്കി സച്ചു അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്തായാലും സെറ്റായ കാര്യം ഓർത്തപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോസ് എടുക്കുന്നത് നോക്കി ആളിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുവാണ് കേട്ടോ. നിനക്ക് ഇത് തന്നെ പണി എന്നുള്ള മട്ടിലാണ് ഞാൻ കാര്യം. വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ആളിവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്നും കണ്ട് അധികം ശീലമില്ല. എന്നാലും ആളുടെ രീതിയിലൊക്കെ സഹകരിക്കുന്നുണ്ട് വീഡിയോയിലൊക്കെ വരാനായിട്ട്. അറ്റ് ലാസ്റ്റ് നമുക്ക് വെഡ്ഡിങ്ങിനുള്ള ഡ്രസ്സ് സെറ്റായത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്നതിന് മുന്നേ ഉള്ള റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത്. ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്നതിന് 1 വർഷം മുന്നേ ഉള്ള റിലേഷൻഷിപ്പാണ് കേട്ടോ. ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴാണ് എനിക്ക് ആ മേജർ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നത്. അന്നൊക്കെ ആളെന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്കാർസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ആളെന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഡീൽ ചെയ്തത്. ആ സമയത്ത് ആളിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലില്ലായിരുന്നു. എന്നാൽ പോലും എനിക്ക് തന്ന സപ്പോർട്ടൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കൈയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ചിലപ്പോഴേ തിരിച്ച് കിട്ടുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോഴും അതൊന്നും സാരില്ല ഡിഞ്ചു, നമുക്കെല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞ് അന്നേ എൻ്റെ കൂടെ കൂടിയതാണ് കേട്ടോ. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസ് മാത്രമല്ല, ഇതേപോലെ ഒരുപാട് സർവൈവൽ കുറേ മെമ്മറീസും നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ സർവൈവ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഹാപ്പിനെസ്സിലൊക്കെ എത്തി നിൽക്കുന്നത്. നമ്മുടെ സന്തോഷത്തിൽ മാത്രമല്ല നമ്മുടെ തകർച്ചയിലും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരെ എന്തോ നമുക്കൊരു സമാധാനമാണ് അവർ നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനെ തൽക്കാലം ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട്. ആരും തിരക്ക് പിടിച്ചതായിരുന്നെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു കേട്ടോ.